രണ്ട് വിഭാഗമാക്കി. അള്ളാഹു സൗന്ദര്യത്തെ രണ്ടായി മുറിച്ചു. അതിലെ പകുതി അള്ളാന്റെ റസൂലിന് കൊടുത്തു, പിന്നെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു. ബാക്കി പകുതിയാണ് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും അള്ളാഹു കൊടുത്തത്. എങ്കിൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അതാ യൂസുഫ് നബി അലൈഹിസ്സലാം അതാ തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോ എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇന്നു മുതൽ SLC പരീക്ഷ തുടങ്ങിയിരിക്കുകയാ. എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾ മുഴുവനും പരീക്ഷയ്ക്ക് വിജയം കാത്ത് നടക്കുന്നവരാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവര്, അള്ളാഹു നിന്റെ കൂടെയുണ്ട് പൊന്നുമോര്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും പൊട്ടക്കിണറ്റിലേക്ക് തന്റെ 9ാമത്തെ വയസ്സിലു എന്റെ പ്രിയമുള്ളവരെ കൂടപ്പിറപ്പുകൾ മുഴുവനും കിണറ്റിലേക്ക് തെള്ളിയിടുന്ന പ്രായത്തിലു അവസാനം അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷിക്കുകയാണ്. അവസാനം അതാ ഈജിപ്തിന്റെ ഭരണാധികാരി അതാ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാ. അതാ അസീസ് രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. യൂസുഫ് നബി അവിടെ വളരുകയാണ്. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് സുലൈഖ എന്ന് പറയുന്ന പെണ്ണിനങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടുകയാ. ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഒരു ദിവസം ആരുമില്ലാതെ വരുമ്പോ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാണ്. കവാടങ്ങൾ മുഴുവനും അടയ്ക്കുകയാ. യൂസുഫ് നബി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സുലൈഖയുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ പറയുന്നു, യൂസുഫ് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു യൂസുഫ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല യൂസുഫ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന തന്റെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുമ്പോ അവിടെന്ന് പറയുന്നു, സുലൈഖയോട് പറയുന്നു, സുലൈഖ എനിക്ക് പടച്ചവരെ പേടിയാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. എന്റെ യജമാനനെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. സുലൈഖ കടന്ന് യാചിക്കുകയാണ് യൂസുഫ് നബിയോട്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ കിടന്ന് തന്റെ ആഗ്രഹമെന്ന് സാധിച്ചു തരാറ് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന പെണ്ണ് യാചിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയതാ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റുകയാണ്. തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിയിട്ട് മണിയറയ്ക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. സുലൈഖ വിട്ടില്ല, യൂസുഫ് നബിയുടെ പുറകെ ഓടുകയാണ്. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കമീസ് കയറി പിടിക്കുകയാണ്. കമീസ് പോലും കീറുകയാ. ആ സമയത്തതാ രാജാവ് അസീസ് രാജാവ് കടന്നു വരികയാ. അസീസ് രാജാവ് കടന്നു വരുമ്പോ സുലൈഖ യൂസുഫ് നബിയുടെ കമീസ് ഇങ്ങനെ വലിച്ചീറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അസീസ് രാജാവ് കടന്നു വരുന്നത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഈ വൃത്തികെട്ടവനെയാണല്ലോ കൊട്ടാരത്തിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്, ഇവൻ എന്നെ കയറിപ്പിടിച്ചു, ഇവൻ എന്നെ പീഡിപ്പിക്കാമെന്നു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അപരാധം പറയുകയാ. യൂസുഫ് നബി പറഞ്ഞു, ഞാൻ ചെയ്തില്ല. ഭാര്യ പറഞ്ഞു, ഇവനാണ് എന്നെ കയറിപ്പിടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അസീസ് രാജാവിനറിയാ യൂസുഫ് അത് ചെയ്യില്ലെന്ന്. പക്ഷേ ഭാര്യ പറയുന്നു ഇവനത് ചെയ്തെന്ന്. അവസാനം രാജാവ് ആര് പറയുന്നതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കൊട്ടാരത്തിനകത്ത് വളരെ വിഷമത്തോടുകൂടി അസീസ് രാജാവിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദ ശാഹിദൻ മിൻ അഹ്ലിഹാ. സുലൈഖയുടെ കുടുംബത്തിൽപ്പെട്ട ആ കൊട്ടാരത്തിനകത്ത് തൊട്ടിലിനകത്തൊരു കുഞ്ഞു കിടപ്പുണ്ട്. ഒരു പാല് കുടിക്കുന്ന കുഞ്ഞ് തൊട്ടിലിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. രാജാവ് വളരെ വിഷമത്തോടുകൂടി ആരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ആരാണ് തെറ്റ് ചെയ്തതെന്ന് തിരിച്ചറിയാനൊരു വഴി പറഞ്ഞു തരട്ടെ. അസീസ് രാജാവ് ചോദിച്ചു, എന്ത് വഴിയാണ്?
എന്ത് വഴിയാണ്? ആ സമയത്ത് ആ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇൻകാന കമീസുഹു ഖുദ്ദ മിൻ ഖുബിലിന്. അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരിക്കുന്ന കമീസ് എടുക്കണം. തെറ്റ് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കാ ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്റെ വഴിയെന്നറിയുമോ? യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസ് എടുക്കണം. എന്നിട്ട് ആ കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫ് നബിയാ. യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ യൂസുഫാണ് തെറ്റ് ചെയ്തത്, സുലൈഖയല്ല. ഈ കമീസിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ അതാ തെറ്റ് ചെയ്തിരിക്കുന്നത് സുലൈഖയാ. എന്റെ പ്രിയമുള്ളവര്, അതാ യജമാനനുണ്ടല്ലോ, ആ ഭരണാധികാരി യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന കമീസ് എടുക്കുകയാണ്. കാരണം കമീസ് എടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നത്. ആ സമയത്തതാ അസീസ് രാജാവിന് മനസ്സിലായി തെറ്റ് ചെയ്തിരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് മനസ്സിലായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ